ഹായ്, നാളെ സീറ്റഡ് പേപ്പർ 1 എഴുതാൻ പോകുന്ന എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ആശംസകൾ. ഈ വീഡിയോയിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോജി, EVS, മാത്സ്, ലാംഗ്വേജ് പെഡഗോജി എല്ലാം ഫൈനൽ റിവിഷനായി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. എക്സാം ഹാളിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നത് പറയുന്നത് കുട്ടിയുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, സാമൂഹികം, വികാരാത്മകവും ആയ മുഴുവൻ വളർച്ചയാണ്. ഡെവലപ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷേ എല്ലാ കുട്ടികളും ഒരേപോലെ വളരുന്നില്ല. ഇതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ജീൻ പിയാഷെ എന്നതുപോലെ കുട്ടികളുടെ ബുദ്ധി വളർച്ച 4 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രൈമറി ലെവൽ കുട്ടികൾ സാധാരണ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ലിവ് വൈഗോട്സ്കിൻ്റെ പഠനത്തിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പ്രാധാന്യം പറഞ്ഞു. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാന കൺസെപ്റ്റ്. കുട്ടിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതും ടീച്ചറിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യാൻ പറ്റാത്തതും ഇതിലെ ഭാഗമാണ്. എറിക്സൺ അനുസരിച്ച് ഓരോ പ്രായഘട്ടത്തിലും കുട്ടികൾക്ക് ഓരോ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, EVS കുട്ടികളെ അവരുടെ എൻവയോൺമെൻറ്റ്, സൊസൈറ്റി, നേച്ചർ എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സബ്ജക്റ്റാണ്. ഫാമിലി, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, പ്ലാന്റ്സ്, അനിമൽസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഒക്കുപ്പേഷൻ ഇവയെല്ലാം EVSൻ്റെ ഭാഗങ്ങളാണ്. അനിമൽ ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്. പ്ലാന്റ്സ് മനുഷ്യർക്ക് ഫുഡ്, ഓക്സിജൻ, മെഡിസിൻ, ഷെൽട്ടർ നൽകുന്നു. നാച്ചുറൽ സോഴ്സസ് എയർ, വാട്ടർ, സോയിൽ, ഫോറസ്റ്റ് ഇവയെ കൺസേർവ് ചെയ്യണം. EVS പഠിക്കുമ്പോൾ ഒബ്സർവേഷൻ, ആക്ടിവിറ്റി ഡിസ്കഷൻ, ഫീൽഡ് വിസിറ്റ് ഇവ ഉപയോഗിക്കണം. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് EVSൻ്റെ മാത്തമാറ്റിക്സ് പെഡഗോഗി. മാത്തമാറ്റിക്സ് ലോജിക്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് വളർത്തുന്നത് സബ്ജക്റ്റാണ്. ടീച്ചിങ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, സിമ്പിൾ ടു കോംപ്ലക്സ്, നോൺ ടു അൺനോൺ ആയിരിക്കണം. കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ലേണിങ്ങിൻ്റെ ഭാഗമാണ്. ടീച്ചർ അവയെ പണിഷ് ചെയ്യരുത്. അത് കുട്ടിയുടെ തിങ്കിങ് മനസ്സിലാക്കാൻ ഉപയോഗിക്കണം. ഗെയിംസ്, ആക്ടിവിറ്റി, ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചാൽ മാത്സ് ഫിയർലെസ് ആകും. ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ലാംഗ്വേജ് 1 and 2. ലാംഗ്വേജ് പഠനം ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽസ് വികസിപ്പിക്കാനാണ്. ഗ്രാമർ, മെമ്മറൈസേഷനിൽ നിന്ന് ലാംഗ്വേജ് വരില്ല. ലാംഗ്വേജ് ഇൻട്രാക്ഷനിലൂടെ, പ്രാക്ടീസിലൂടെ പഠിക്കണം. എറർ നാച്ചുറലാണ്, ഡിസ്കറേജ് ചെയ്യരുത്. ടീച്ചർ കുട്ടികളെ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എൻകറേജ്. ഫോർമേറ്റീവ് അസസ്മെന്റ് മീൻസ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നു. സബ്മേറ്റീവ് അസസ്മെന്റ് ലേണിംഗ് എൻഡിൽ. ഇവാലുവേഷൻ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഒബ്സർവേഷൻ, ഓറൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, പ്രൊജക്റ്റ് എല്ലാം ഇവാലുവേഷൻ ടൂൾസ് ആണ്. എക്സാം ഹാൾ ടിപ്സ്. CPD ക്വസ്റ്റ്യൻ, എക്സ്ട്രാ അറ്റൻഷൻ. ക്വസ്റ്റ്യൻ സ്ലോലി വായിക്കുക. റോങ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുക. ഫസ്റ്റ് ലോജിക്കൽ ആൻസർ ട്രസ്റ്റ് ചെയ്യുക. കാമായി. ഇതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ സമയമാണ്. അപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് എല്ലാവരും പോയി എക്സാം എഴുതുക. സക്സസ് നിങ്ങളെ തേടി വരും. ഓൾ ദി ബെസ്റ്റ് എവരി വൺ.